ഗാർഡിംഗ് പർപ്പസിന് ഒരു ഡോഗിനെ വാങ്ങാൻ പോകുന്ന ആളാണ് അല്ലെങ്കിൽ ഡോഗിനെ വാങ്ങാൻ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടോ. ചെറുതായിട്ടൊന്ന് ഞെട്ടാനുള്ള വകുപ്പൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് എക്സൈറ്റഡ് ആകാനുള്ള വകുപ്പ് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഡോഗ് ഫുഡ് ഉണ്ട്, ഡോഗിന് കൊടുക്കുന്ന ഫുഡാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗാർഡിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടോ നമ്മളൊരു ഡോഗിനെ വളർത്തുന്ന സമയത്ത് എന്തിനാ വളർത്തണേ? നമ്മളുള്ള സമയത്തും നമ്മളില്ലാത്ത സമയത്തും നമ്മളുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് നമ്മുടെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഡോഗിന് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡോഗിനെ വളർത്തുന്നത്. വിക്കി, ഈ പ്രൊട്ടക്ഷൻ ഡോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പൗണ്ട് അതുപോലെ അതിനുള്ളിലുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ്. സോ വിക്കിയുടെ വീട്ടിൽ ഒരു 100 പവൻ സ്വർണ്ണം ഇരിക്കുന്നുണ്ട്. ഓക്കെ, അത് മോഷ്ടിക്കാൻ ഒരു കള്ളൻ പുറത്തുനിന്ന് കയറുന്നു. ആ കയറുന്ന കള്ളന്റെ ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് അവിടുത്തെ പ്രൊട്ടക്ഷൻ ഡോഗിനെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അത് കീഴ്പ്പെടുത്താനായിട്ട് ആൾ എന്ത് ചെയ്യുക? ആദ്യം ഫുഡ് കൊടുത്ത് കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആള് ഫുഡിൽ പോയിസൺ ഇട്ട് ഡോഗിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഡോഗിന് വേണ്ട ഇമ്പോർട്ടന്റ് ക്വാളിറ്റിയാണ് പുറമേ നിന്ന് ആര് ഫുഡ് കൊടുത്താലും കഴിക്കരുത്. ഓണറുടെ അനുവാദമില്ലാതെ ആരുടെ ഫുഡും കയ്യിൽ നിന്നോ ബൗളിൽ നിന്നോ വാങ്ങി കഴിക്കരുത്. ആദിസ് നമ്മൾ പറഞ്ഞൊന്ന് പ്രൂവ് ചെയ്യല്ലേ? അതെ. ബ്രോ ഒരു കാര്യം ചെയ്യണം, ഫുഡ് ദൂരെ ഒന്നും കൊണ്ടുവെക്കല്. അവന്റെ 2 കാലിന് ഏറ്റവും അടുത്തായിട്ട് അവന് ജസ്റ്റ് ഒന്ന് തല നീട്ടിയാൽ എത്തുന്നിടത്ത് തന്നെ ഫുഡ് കൊണ്ടുവെക്കണം. ദൂരെ ഒന്നും വെക്കല് കേട്ടോ, ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. അവൻ ചെയ്യുമോ നോക്കല്ലോ. ഓക്കെ, നോക്കാം. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഫുഡ് കഴിക്കുമെന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കഴിക്കുന്നില്ല കേട്ടോ. ഉറപ്പാണോ കഴിക്കത്തില്ലാന്ന്? കഴിക്കില്ല. ഉറപ്പാ കഴിക്കില്ല? കഴിക്കില്ല. അപ്പൊ അവൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് പറയണം? കഴിക്കണമെങ്കിൽ യെസ് കമാൻഡ് പറഞ്ഞ് അവൻ കഴിക്കും. എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. അവൻ കഴിക്കണം എന്നുള്ളിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? വിശന്നിരിക്കല്ലേ ആള്. വിക്കി ബ്രോ, നമ്മളിപ്പോ ഫുഡിന്റെ കണ്ടില്ലേ, ഇപ്പൊ ആൾ ഓൾറെഡി വളരെ എക്സോസ്റ്റഡ് ആണ്. നമുക്ക് വെള്ളം കൊടുക്കുമ്പോൾ നോക്കാം ആള് കുടിക്കുമോ. ഒരു പുറമേ നിന്ന് ഒരാൾ വെള്ളം കൊടുത്ത് ഇത്രയും ക്ഷീണിച്ചിരിക്കുകയാണ്, പക്ഷെ വെള്ളം കൊടുക്കുമ്പോൾ കുടിക്കുമോ നമുക്ക് ജസ്റ്റ്. ഇത്രയും ഷൂട്ട് ചെയ്ത് 1 മണിയാണ് സമയം. അപ്പൊ നമുക്ക് കൊടുത്തു നോക്കാം. കുടിക്കില്ല. ഇപ്പൊ ബ്രോ ഇതിപ്പോ ലീഷ് വിട്ട് കഴിഞ്ഞാലും ഇല്ല ഇങ്ങനെ തന്നെ ആയിരിക്കും റിയാക്ഷൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കും. എത്ര നേരം കഴിഞ്ഞാലും കുടിക്കില്ല. കണ്ടില്ലേ, ഫുഡ് കൊടുത്താലും അതെ, വെള്ളം കൊടുത്താലും. വെള്ളം നമ്മൾ അത്രയും ക്ഷീണിച്ചിരിക്കുകയാണ്, എന്നിട്ട് പോലും ആള് പുറമേ നിന്ന് ആര് കൊടുത്താലും വെള്ളം കുടിക്കില്ല നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ. അപ്പോൾ ഒരു പെറ്റ് പാരന്റ്, അതായത് ഒരു പ്രൊട്ടക്ഷൻ ഡോഗിന് വെക്കുന്ന ഓണർ മസ്റ്റായിട്ടും ഈ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിരിക്കും. വീട്ടിലേക്ക് ഒരു ഗാർഡ് ഡോഗിനെ അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഡോഗിനെ വാങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കുറച്ച് ക്വാളിറ്റീസ് ഡോഗിന് ഉണ്ടാവണമെന്നേ, എന്നാലേ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തത്തുള്ളൂ. എന്നാലേ നിങ്ങൾക്കും പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാനൊരു ഡോഗിനെ വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ, ഡോഗ് പെർഫോം ചെയ്യത്തുള്ളൂ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഗാർഡ് ഡോഗിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്ഷൻ മേഖലയെ കുറിച്ചിട്ടും കൂടുതലായിട്ട് അറിയാൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ അക്കൗണ്ടാണ് ഞാൻ കൊളാബ് ചെയ്ത് വെച്ചിട്ടുള്ള ആദിഷ് ബ്രോൻ്റെ. ഇപ്പോൾ അക്കൗണ്ടിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയോ, എല്ലാ കണ്ടൻസിലോട്ട് നിങ്ങളൊന്ന് പോയി നോക്കിയോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഫോളോ ചെയ്തോട്ടോ.